ഗോവിന്ദ ഹരി ഗോവിന്ദ. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം 2026 ഉത്സവ ചടങ്ങുകള് പരിസമാപ്തിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഉത്രം, അത്തം, ചിത്തിര നാളുകൾ. വരും നാളുകളില് അത്തം നാളിൽ നടക്കുന്ന വളരെ ശ്രദ്ധേയമായ ഒരു ചടങ്ങാണ് വാളാട്ടം. പ്രദക്ഷിണ വീഥിയായ തിരുവഞ്ചിറയില് കിഴക്കേ നടയില് ആണ് വാളാട്ടം എന്ന ചടങ്ങ് നടക്കുക. ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും വന്നാരം എഴുന്നള്ളത്തിനോടൊപ്പം എഴുന്നള്ളിച്ചെത്തിക്കുന്നതും അക്കര സന്നിധിയിലെ വാളറ അഥവാ ഭണ്ഡാരറയിൽ സൂക്ഷിക്കുന്നതുമായ ചപ്പാരം വാളുകൾ, ഭഗവതി ചൈതന്യം കുടികൊള്ളുന്ന ആ ചപ്പാരം വാളുകൾ ഭഗവാന്റെ കുമാരക്കൻ ഭഗവതിയുടെ ഒക്കെ തിടമ്പുകളെ അഭിമുഖീകരിച്ചുകൊണ്ട് നിർവഹിക്കുന്ന ചടങ്ങാണ് വാളാട്ടം. ഉത്സവ സമാപന വേളയില് ആ ദേവതാ ചൈതന്യങ്ങള് പെരുമാളോടും ഭഗവതിയോടും യാത്ര ചോദിക്കുന്നതാകാം വാളാട്ടമെന്ന് കരുതപ്പെടുന്നു. അഹിവരൻ അനന്താദി നാഗങ്ങൾ ഒത്തുനിന്ന് അത്യുന്നതം കളിയാടുന്നത് പോലെ ശിവന അഭിമുഖം 2-3 മോക്ഷാർത്ഥികൾ ശിഷ്ടരക്ഷാർത്ഥം നമസ്കരിക്കും പോലെ എന്നൊക്കെ മാനന്തേരി മഠത്തിൽ ചന്തുനമ്പ്യാർ ദക്ഷിണകാശി മഹാത്മ്യത്തില് ആ വാളാട്ടത്തിന്റെ ചടങ്ങുകളെ ഉപമിച്ച് കാണുന്നുണ്ട്. വാളാട്ടമാണ് അക്കര സന്നിധിയിൽ ഇനി നമുക്ക് കാണാൻ സാധിക്കുന്ന വിശേഷമായ പ്രകടമായി കാണാൻ സാധിക്കുന്ന ഒരു ചടങ്ങ്. അക്കര സന്നിധിയിൽ ഈ നാളുകളില് പുരുഷന്മാർക്ക് മാത്രമാണ് പ്രവേശനമുള്ളത്. ചിത്തിര നാളിലെ തൃക്കലശാട്ടോടുകൂടി അക്കര സന്നിധി തീർത്ഥാടക പ്രവാഹത്തിന് വിരാമമാകും. വിജ്ജനതയിലേക്ക് കാനന ക്ഷേത്രം പ്രവേശിക്കുകയാണ്. ഈ കാനന ക്ഷേത്രത്തിന്റെ പവിത്രതയ്ക്കും പാവനതയ്ക്കും ഭംഗം വരുത്താതിരിക്കാനുള്ള കരുതലും ഇടപെടലും ക്ഷേത്രത്തിന്റെ ഭരണസാരഥികള് അതീവ ശ്രദ്ധയോടുകൂടി നിർവഹിക്കേണ്ട ഒരു ഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് എന്നുകൂടി ഈ സന്ദർഭത്തിൽ പറയേണ്ടതായിട്ടുണ്ട്. കൊട്ടിയൂരിന്റെ സവിശേഷത എന്ന് പറയുന്നത് ആചാര തനിമകളും പ്രാക്തനമായ ആചാര തനിമകളും പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നുകൊണ്ടുള്ള ഘടനാ വിശേഷവുമാണ്. ക്ഷേത്രമില്ല ക്ഷേത്രം തന്നെയാണ് അക്കര കൊട്ടിയൂർ. ആ പ്രാക്തനമായ തനിമയും ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും സ്വതസിദ്ധമായിട്ടുള്ള ഭാവവും കൈമോശം വരാതെ സൂക്ഷിക്കേണ്ടത് കാലപ്രവാഹത്തിന്റെ കുത്തൊഴുക്കില്, വികസനത്തിന്റെ കുത്തൊഴുക്കില് സംസ്ഥാനത്തിന് പുറത്തുനിന്നു കൂടിയുള്ള തീർത്ഥാടകരെ വരവേൽക്കുന്ന സമയത്ത് തീർത്ഥാടനം ഒരു വ്യവസായമായി പരിണമിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അത് വാവലിപ്പുഴയ്ക്ക് ഇക്കര മാത്രമായിരിക്കണം. ഇക്കര കൊട്ടിയൂരിന്റെ യാവനതയ്ക്ക് കളങ്കമേൽക്കുന്ന തരത്തിലുള്ള ഒരു ഇടപെടലും ഉണ്ടാകാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധാലുക്കളായിരിക്കണം എന്നുകൂടി ഈ സന്ദർഭത്തില് അഭിപ്രായപ്പെടാൻ ആഗ്രഹിക്കുകയാണ്. ഗോവിന്ദ ഹരി ഗോവിന്ദ.